2 ദിവസം മുൻപ് കശ്മീരിലെ പെഹൽഗാമിൽ കുടുംബത്തോടൊപ്പം സന്ദർശനം നടത്തി തിരിച്ചെത്തിയ ബാബുവിന് അയൽവാസി എൻ രാമചന്ദ്രൻ്റെ മരണവാർത്ത കേട്ട ഞെട്ടൽ ഇനിയും മാറിയിട്ടില്ല. സുധീഷ് ഗോപാലിൻ്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാമേന്ദ്രൻ ചേട്ടന് നേരെ ഭീകരാക്രമണം ഉണ്ടായ അതേ സ്ഥലത്ത് ഏതാനും ദിവസം മുമ്പ് വിനോദയാത്രയുടെ ഭാഗമായി സന്ദർശിക്കുകയും ഇവിടെ സമീപത്ത് തന്നെ താമസിക്കുകയും ചെയ്യുന്ന വയനാട് സ്വദേശിയാണ് ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ അവിടെ 2 ദിവസം മുമ്പുള്ള ആ ഒരു സന്ദർശനത്തിൻ്റെ ഒരു അനുഭവവും കാര്യങ്ങളും ഒന്ന് ചോദിക്കാം. ചേട്ടാ, ഇപ്പോഴത്തെ ഈ അവധി ആഘോഷിക്കാനായിട്ടാണ് അവിടേക്ക് പോയത് 2 ദിവസം? തീർച്ചയായിട്ടും അവിടുത്തെ അന്നേരത്തെ ഒരു അന്തരീക്ഷം? അന്ന് നമ്മൾ പോയ സമയമൊക്കെ വളരെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. പിന്നെ ടൂറിസ്റ്റുകളോട് പ്രത്യേകിച്ച് അവർ നല്ല എന്താ പറയുക, അവിടുത്തെ ജനങ്ങളെല്ലാം നല്ല രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത്. നമുക്ക് വളരെ സേഫായി കരുതലായിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നിയത്. മാത്രമല്ല വളരെ എൻജോയ് ചെയ്ത് കണ്ടു. വളരെ ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം ആസ്വദിച്ച് തന്നെയാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ പഹൽഗാം, ഇപ്പം ഈ വീരാക്രമണം നടന്ന പഹൽഗാം അടക്കം മറ്റ് മെയിൻ ടൂറിസ്റ്റ് പ്ലേസിലെല്ലാം ഞങ്ങൾ സന്ദർശനം നടത്തിയിരുന്നു. എല്ലാ സ്ഥലത്തും വളരെ നല്ല ഇതായിരുന്നു. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് തോന്നിയിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു ചോദിച്ചു അല്ല, പിന്നെ ഇങ്ങനൊരു സംഭവം വന്നത് അതിദാരുണമായി. വളരെ നമുക്ക് 2 ദിവസത്തിനിപ്പുറം നമ്മൾ കണ്ടു പരിചയമുള്ള സമീപത്ത് താമസിക്കുന്ന ഒരാൾക്ക് അതേ സ്ഥലത്ത് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ ഞെട്ടലായി. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ആ കാശ്മീരിൻ്റെ ആ ഒരു സൗന്ദര്യത്തിൽ മതിമറന്നിരിക്കുന്ന അവസ്ഥയിൽ മറ്റ് നമ്മളെ സുഹൃത്തുക്കളോടും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ കൂടുതൽ ആൾക്കാരോട് അങ്ങോട്ട് പോകണമെന്ന് സജസ്റ്റ് ചെയ്യുന്നൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്തുകൊണ്ടോ ഈ വളരെ നല്ല രീതിയിൽ കാശ്മീർ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തകിടം മറയ്ക്കാനുള്ള എന്തോ ഒരു കൂടുതൽ ലക്ഷ്യത്തോടായിരിക്കും, എസ്പെഷ്യലി നമ്മളെ ടൂറിസ്റ്റുകളെ മാത്രം ലക്ഷ്യമാക്കി ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടാവുക. എന്താണെന്നുള്ളത് കൂടുതൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതായത് ഏറ്റവും എടുത്തു പറയേണ്ട, അവിടെ വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം ഇത്തരത്തിൽ സന്ദർശകരെ സ്വാഗതം ചെയ്യുകയും അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെയാണ് ഇത്തരം വളരെ അതിന് നേർവിപരീതമായ ഒരു... അതെ, തീർച്ചയായിട്ടും. കാരണം മറ്റ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും നല്ല സേഫ്റ്റി ആയിട്ട് പോയി വന്നിട്ടുള്ളതാണ്. ഞങ്ങളെല്ലാവരും പോയിട്ടുള്ള മറ്റ് യാതൊരു ബുദ്ധിമുട്ടുകളും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഫാമിലി ആയിട്ടായിരുന്നു? അതെ, ഞങ്ങളൊരു വലിയ ഗ്രൂപ്പായിട്ട് ഒരു 50 പേരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പാക്കേജായിട്ട് പോയതായിരുന്നു. ഇനിയിപ്പോൾ ഒരിക്കൽ കൂടെ അവിടേക്ക് പോകാൻ ഒരു ഭയം തന്നെ ആയിരിക്കും ഈ ഒരു വാർത്തയോട്? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നമ്മളുടെ സുഹൃത്തുക്കളോടും ഫാമിലി പോകാത്ത ആൾക്കാരൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം പോകാനും തയ്യാറായിരിക്കുക നമ്മളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അവരോട് എന്ത് പറയണമെന്ന് അറിയില്ല. മാത്രമല്ല നമ്മൾ തന്നെ ഒരു ഭയങ്കര ഞെട്ടലാണ്. കാരണം നമ്മുടെ അടുത്തുള്ള ഒരാൾ തന്നെ ഇങ്ങനെ വന്നപ്പോൾ നമുക്കൊരിക്കലും ഭയങ്കര ഒരു ഷോക്കായിട്ടുള്ള അന്തരീക്ഷമാണ്. കാരണം നമ്മളതിൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്നിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഒരു ന്യൂസും ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഗവൺമെൻറ് ശക്തമായ നടപടി എടുക്കട്ടെ, അങ്ങനെ പ്രതീക്ഷിക്കും. അതുതന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം കാശ്മീർ അത്ര മനോഹരമാണ്, ഈ യാത്ര ഇത്ര സുന്ദരമായിരുന്നു, നന്നായി ആസ്വദിച്ചു എല്ലാം പറഞ്ഞു തീരുന്നതിന് മുമ്പാണ് ഇത്രയും ദാരുണമായ, ആരെയും ഞെട്ടിക്കുന്ന ഒരു ഭീകരാക്രമണത്തിലൂടെ വലിയ ഒരു വാർത്ത പുറത്തു വരുന്നത്. അതോടെ ഇപ്പോൾ ഇനിയും ഒരിക്കൽ കൂടി അവിടേക്ക് പോകുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പോലും ഭയമാവുന്ന ഒരു വാർത്ത, അദ്ദേഹത്തിന് തൊട്ട് അയൽവാസിയായി കൂടി താമസിക്കുന്ന രാമേന്ദ്രൻ ചേട്ടൻ്റെ മരണ വാർത്ത എത്തുന്നു എന്നത് തന്നെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നതും.